ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അക്സെപ്റ്റ് ചെയ്യാൻ സമയമെടുക്കുന്ന പല ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ഞാനും. എനിക്ക് വളരെ നല്ല മെമ്മറീസ് തന്നിട്ടുള്ള സ്ഥലങ്ങളായാലും ആളുകളായാലും അവരൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. ഇന്ന് ഞാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത് ഈ സ്ഥലമാണ്, എൻ്റെ അമ്മ വീട്. വെള്ളനാതുരത്ത് എന്ന് പറയുന്ന ചെറിയൊരു തുരുത്തി ഗ്രാമം, നമ്മുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പടിഞ്ഞാറേക്ക് പോകുമ്പം എത്തുന്ന വളരെ ചെറിയൊരു തുരുത്തി ഗ്രാമം, കടലും കായലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പണ്ട് അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും വീട്ടിൽ പോവാം എന്ന് അമ്മ തലേന്ന് രാത്രി വന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. രാവിലെ എണീക്കും, ഒരു 6:30-7 മണിയുടെ KSRTC ബസ്സിൽ സൈഡ് സീറ്റ് കയറിയിരുന്ന് കടലൊക്കെ കണ്ട് പോകുന്ന വഴികളാണിത്. ഈ വഴിയിൽ ഇന്നും വന്നാൽ എനിക്ക് അന്നത്തെ ആ 10 വയസ്സുകാരി മീനാക്ഷിയുടെ അതേ അനുഭവമാണ് എനിക്ക് കിട്ടുന്നത്. നേരെ ആ ബസ്സിൽ വന്നിറങ്ങുന്ന ഇവിടെയാണ്. ഇത് ആക്ച്വലി ഞങ്ങളുടെ മുരുകൻ അമ്പലമാണ്. ഇത് പുതുക്കി പണിഞ്ഞാണ്. പഴയ അമ്പലത്തിൻ്റെ ഫോട്ടോ ഇതാണ്. ഈ അമ്പലം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ്. എപ്പോൾ ഇവിടെ വന്ന് മുരുകനെ പ്രാർത്ഥിച്ച് 2 പരാതിയൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞാൽ തീരാവുന്ന വിഷമേ എനിക്കുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് മാറി അമ്പലം, വഴികളും സ്ഥലങ്ങളും. ഈ സ്ഥലം തന്നെ ഒത്തിരി മാറി. ഇന്ന് എനിക്കന്ന് പരിചയമുണ്ടായിരുന്ന പല ആൾക്കാരും ഇവിടെ ഇല്ല. പലരും പല സ്ഥലത്തേക്ക് പോയി. എന്തിനു പറയാം, എൻ്റെ അപ്പാപ്പൻ പോലും ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പാപ്പൻ പോയതോടെ വല്ലപ്പോഴും വരുന്നൊരു അതിഥിയായിട്ട് മാറി ഈ സ്ഥലം ഞാൻ. പല കാരണങ്ങളാൽ നമുക്ക് അത് പല പല കാരണങ്ങളാലുണ്ട്. അതൊന്നും നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. എക്സാമിന് ഏകദേശം ഒരു 6-7 ദിവസം മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അന്നത്തെ തന്നെ നമുക്കൊരു ഫുള്ളൊരു അമ്പലം ഡേറ്റ് ആയിരുന്നു, അമ്പല വൈബ് മൂഡായിരുന്നു. അതിന് ഞങ്ങൾ പിന്നെ അവിടെ പോയതിന് ശേഷം ഹരിപ്പാട് അമ്പലത്തിൽ പോയി, മണ്ണാറശാലയിൽ പോയി. ഭയങ്കര സമാധാനമാണ് കേട്ടോ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനത്തിന് കൈയും കണക്കുമില്ല. മേ ബി ആ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടായിരിക്കാം. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ എന്ത് അനുഭവിക്കുകയാണെങ്കിലും മാക്സിമം അതിൻ്റെ ഫുള്ളായിട്ട് അനുഭവിക്കുക, ഹാപ്പി ആയിട്ട് അനുഭവിക്കുക. പിന്നീട് ഒരിക്കലും അത് കിട്ടണം എന്നില്ല. താങ്ക് യു ഗൈസ്.